വിഷമുക്തിയായിട്ടുള്ളൊരു കേരളം. വിഷമുക്തിയായിട്ടുള്ള കേരളമല്ലേ. ഹേ ഗൈസ്, അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, അപ്പോൾ ഇത് നമ്മുടെ അടുത്തുള്ള മഹേന്ദ്രപുരം പള്ളിയാണ്. അപ്പം പള്ളി കണ്ടപ്പോൾ നമ്മുടെ ഫസ്റ്റ് ഇൻട്രോ തന്നെ നമ്മുടെ പള്ളിയുടെ വാതിക്കാൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് നമ്മുടെ പള്ളിയുടെ വാതിക്ക് നമ്മൾ ഇൻട്രോ എടുത്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബാക്ക് ടു കൃഷി, അതായത് നമ്മൾ വള്ളംകളിയും കാര്യങ്ങൾ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ കണ്ടാണ്. അപ്പം അതെല്ലാം കഴിഞ്ഞതേ നമ്മൾ ബാക്ക് ടു നമ്മൾ കൃഷിയിലോട്ട് നമ്മൾ വന്നേക്കാണ്. ഒരുപാട് പേര് നമ്മളോട് കമൻറ്റിലൂടെ ചോദിച്ചത് നമ്മുടെ കൃഷിയും കാര്യങ്ങളും എന്തായെന്ന്. എല്ലാം ഓക്കെ ആയി വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ കൃഷിയൊക്കെ ഏകദേശം വളർന്ന് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പരിപാടി എന്താ വെച്ചാൽ നമുക്കൊരു പന്തൽ കെട്ടിക്കൊടുക്കണം. അപ്പോൾ നമ്മുടെ ഈ വള്ളംകളിക്ക് നടന്ന പ്രശ്നവും കാര്യങ്ങളെല്ലാം നിങ്ങൾ കണ്ടതാണ്. അപ്പം അതിൻ്റെ ഇടയിൽ നമുക്ക് വീഡിയോ എടുക്കാൻ സമയമില്ലായിരുന്നു, കൃഷി നോക്കാൻ സമയമില്ലെന്നല്ല, നമുക്ക് വീഡിയോ എടുക്കാൻ സമയമില്ലായിരുന്നു. അപ്പം ഇന്ന് വർക്കില്ലാത്തൊരു ദിവസം നോക്കി നമ്മൾ കൃഷിയുടെ തന്നെ ഒരു ബ്ലോഗ് എടുക്കാമെന്ന് വെച്ച് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുക. കൃഷി അവിടെ വളർന്ന് ഇങ്ങനെ പന്തലിച്ച് നിൽക്കുകയാണ്. അതായത് നമ്മളിട്ട ചീരയും നമ്മളിട്ട പയറും ഒക്കെ വളർന്ന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിൽക്കുകയാണ്. നമുക്കപ്പം അതിന് വളരാനുള്ളൊരു സ്പേസ് നമ്മളവിടെ ഉണ്ടാക്കി കൊടുക്കണം. അതായത് ഒരു പന്തൽ പോലെ കെട്ടി സെറ്റ് ചെയ്ത് അവിടെ കൊടുക്കണം. അതാണ് നമ്മുടെ ഇന്നത്തെ പരിപാടി. നമുക്ക് ഏതായാലും നമ്മുടെ കൃഷിത്തോട്ടത്തിലോട്ട് പോകണം. ഇത് നമ്മുടെ ചീരയൊക്കെ വളർന്ന് സെറ്റായി നിൽക്കൊണ്ട് വേണ്ട. നീ പണിയെടുക്കാൻ മനസ്സുള്ള ഇറക്കണ പിന്നല്ല വളർന്നിരിക്കുന്നുണ്ടോ തിരിച്ചപ്പോ കണ്ടോ? ആണോ? എനിക്ക് ചീര മാറ്റുന്നില്ലല്ലോ, അവിടെ തന്നെ അല്ലേ ചീര. ഇച്ചിരി ഇച്ചിരി കൂടെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് പറിച്ച് നടാം. ഇപ്പം നടാൻ പറ്റത്തില്ല, കാരണം ഇടയ്ക്ക് നിന്നൊക്കെ വളരുന്നേ ഉള്ളൂ. കണ്ടോ, നമുക്ക് ഇച്ചിരി കൂടെ വളർന്നു കഴിയുമ്പോൾ നമുക്ക് പറിച്ച് ലെവലായിട്ട് നടാം. കഴിഞ്ഞടാ, ഇതുണ്ടോടാ, ഇതെല്ലാം കയറി പിടിച്ച് മൊത്തത്തിൽ കയറി പിടിച്ചിട്ടുണ്ട്. ആണോ? ഇതിപ്പോൾ നമുക്ക് പന്തലിന് നമ്മളിതേ പ്ലാസ്റ്റിക് കെയർ, അതെ നമ്മൾ പ്ലാസ്റ്റിക് കെയറാണ് പന്തലിന് വേണ്ടി മേടിച്ചത്. ഇതേ ഒരു റോള് നമ്മൾ മേടിച്ചിട്ടുണ്ട്. ആ റോള് നമ്മൾ ക്രോസ് അടിക്കുമല്ലേ? ക്രോസ് അടിക്കുക. നമ്മൾ എങ്ങനെയാണ് അടിക്കേണ്ടത്? നമുക്ക് ഇങ്ങനെ നേരെ കെട്ടിയാൽ മതി അല്ലേ? നേരെ ഇത് കണ്ടിക്കണ്ടല്ലോ ഇതിങ്ങനെ കിലോ മതിയോ? വലിഞ്ഞ് ഇങ്ങനെ ക്രോസ് അടിക്കണ്ടോ ഇത് നമുക്ക്? വേറെ മേടിക്കണേ നമുക്ക് മേടിക്കാം, അത് കുഴപ്പമില്ല. ഇത് പയറാണ്. ഇതും രണ്ടും പാവ, അതും പയർ, അതും പയർ. ഇത് നമ്മുടെ ചീര. ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല, നമുക്ക് വിഷമുക്തിയായിട്ടുള്ളൊരു കേരളം അല്ലാണ്. അതാണ് നമ്മൾ ഈ കൊച്ചു കൃഷിയിൽ നിന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അല്ല ഫിൻസേ? അതായത് നമ്മൾ എന്നാ പറയണ്ടേ, വിഷമായിട്ടുള്ള ഒരു ആഹാരം നമ്മൾ ഭക്ഷിക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ സ്വന്തമായിട്ട് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുക. ചെറുതായിട്ടുള്ള കുഞ്ഞു കൃഷി ചെയ്താണ് നാളെ വലിയ കൃഷികളൊക്കെ ചെയ്യാൻ വേണ്ടി നമുക്ക് പ്രചോദനം തരുന്ന ഇതുപോലുള്ള കുഞ്ഞു കൃഷികൾ ചെയ്താണ്. അതായത് ഇന്നത്തെ നമ്മുടെ വ്ളോഗിന്റെ പ്രതിജ്ഞ എന്ന് പറയുന്നത് വിഷമുക്തിയായിട്ടുള്ള കേരളം. അതൊരു നീ പറഞ്ഞല്ലേ, ഏത് പറഞ്ഞേ? വിഷമുക്തിയായിട്ടുള്ള കേരളം. ഇപ്രാവശ്യത്തെ കർഷകശ്രീ എനിക്ക് കയറണം. എവിടാ പോകണ്ടേ? പഞ്ചായത്തിൽ അപേക്ഷ കൊടുത്താൽ മതി. അതെ നമ്മുടെ പയറിന് വളരാനുള്ളൊരു സ്പേസാണ് നമ്മളിവിടെ ഉണ്ടാക്കി കൊടുത്തോണ്ടിരിക്കുന്നത്. ഒരു മണ്ടത്തിലാണ് നീ ഇങ്ങനൊരു കമ്പനിച്ചിട്ട് അതിലോട്ട് കെട്ടിയാൽ മതിയായിരുന്നു. കയറില്ല എങ്ങനെ അതിലോട്ട് വലിച്ചൊടിച്ച് കെട്ടിയാൽ മതിയായിരുന്നു. ഓ, അത് അവരുടെ ഇതിലല്ലേ, അത് വേണ്ട. നമുക്ക് നമ്മുടെ ഇതിനകത്ത് നിൽക്കുന്ന പരിപാടി മതി.
നല്ല സെന്റർ വെക്കണം. ഒന്നുകിൽ ഇവിടെ center. അല്ല അവിടെ രണ്ട് ഇവിടെ രണ്ടും വെക്കാം. എന്നിട്ട് കമ്പ് കുത്തി നമുക്ക് മേലോട്ട് കയറ്റി വിടാം. കൊടി കൊടുക്കണം. ആ കൊടിയിൽ അത് കയറ്റി വിടണം. ഇതിന്റെ അറ്റം കുരുങ്ങായടാ അകത്തുനിന്ന് ഇറങ്ങി കാര്യങ്ങളൊക്കെ നമ്മൾ ടിൻസപ്പനും അതിനോടും കൂടെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്, കൂടെ ഞാനും. ഇപ്പം നമ്മുടെ മറ്റേ പാട്ട് ഇട്ട് കൊടുക്കണ്ടേ, ഞാനൊരു മലയാളി മണ്ണിൻ പൂത്താലി എന്നും മതിലുകളില്ല മതിലുകളിൽ സ്വർണ്ണത്തേരാളി. വലിഞ്ഞു മുറുകി കയറാനുള്ള ബെഡ് നമ്മൾ വിരിച്ച് സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അതായത് പന്തൽ എന്ന് പറയും. ഇനിയുള്ള പരിപാടിയാണെന്ന് വെച്ചാൽ ഇതൊന്ന് അറേഞ്ച് ചെയ്യുക. കാരണം ഇവന്മാരെ രണ്ടെണ്ണം, അതായത് രണ്ടും രണ്ടായിട്ട് വെക്കാം അല്ലോണ. അതായത് ഇവിടെ ഒരു പയറും വെക്കാം, പാവയ്ക്കയും വെക്കാം. അവിടെ അതുപോലെ തന്നെ. പിന്നെ സെൻറ്ററായിട്ട് നമുക്ക് ഒരു പയറോ എന്തെങ്കിലും കയറ്റി വിടാം. അങ്ങനെ പറയാനാണോ? സത്യം പറഞ്ഞ ഓലയായിരുന്നല്ലേ നല്ലത്. കാരണം അമ്മമാർക്ക് പിടിച്ച് കയറാനല്ലേ, എല്ലാവർക്കും കൂടെ പിടിച്ചു കയറാൻ ഓലയായിരുന്നു ഏറ്റവും ബെറ്റർ. ചീരയൊക്കെ ഇവിടെ തൽക്കാലം നിൽക്കട്ടെ, ഇച്ചിരി വളർന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സെറ്റാക്കാം. ഇതല്ലേ. അപ്പോൾ ഗൈസ് നല്ല വിശപ്പുണ്ട്. രാവിലെ ഇറങ്ങിയതാണ് ഇതിനുള്ള കാര്യത്തിന് വേണ്ടി. നേരെ കടയിലോട്ട് പോവാണ്. അപ്പോൾ നമ്മളിത് ഇതിലും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ ബൈ ബൈ. മതി വിശക്കുന്നത്. ഓക്കെ ടാറ്റ ബൈ ബൈ. സീ യു. മലയാളി മണ്ണിൻ കൂട്ടാളി